Good morning. Good morning. Most respected BNI leaders, Executive Director at table, respected visitors and proud BNI members. Good morning once again. Good morning. നമ്മള് ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോണത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിനെ കുറിച്ചാണ്. സംസാരം തുടങ്ങുന്നതിന് മുന്നേ നമ്മൾക്ക് ഈ മുന്നിലിരിക്കുന്ന ഈ ബോർഡിൽ നിന്ന് എടുത്ത് പൊക്കാവുന്നതാണ്. ഇത് നമ്മളിങ്ങനെ വെക്കുന്ന സമയത്ത് ഒരു 5 മിനിറ്റ് പൊക്കി 5 മിനിറ്റ് പൊക്കി വെക്കുമ്പോ ഒന്നും സംഭവിക്കില്ല. പക്ഷെ 5 മണിക്കൂറാണെങ്കിൽ 5 ദിവസമാണെങ്കിൽ നമുക്ക് എന്താ സംഭവിക്കുക? മിക്കവാറും ഹോസ്പിറ്റലിലാവും അല്ലെ? ഇത് ഒരു ചെറിയ കാര്യം നമ്മൾ പിടിച്ചു വെക്കുമ്പോ നമുക്ക് സ്ട്രെസ് ഉണ്ടാവുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ്. നമ്മുടെ ജീവിതത്തില് വളരെ പ്രധാനപ്പെട്ട ചിലപ്പോൾ കൊച്ചു കാര്യമായിരിക്കും, അതുമ്പോ തന്നെ പിടിച്ചു തൂങ്ങി വേറെ ഒന്നും ചിന്തിക്കാതെ ഈ ഭൂമിയിലെ മറ്റൊരു സംഗതിയും അറിയാതെ നമ്മൾ നിൽക്കുമ്പോ നമുക്ക് സ്ട്രെസ് അനുഭവപ്പെടും. ആ സ്ട്രെസ്സിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോണത്. എന്റർപ്രണേഴ്സിന്റെ സ്ട്രെസ്സിനെ കുറിച്ച്. കൂട്ടത്തില് സ്ട്രെസ് ഇതുവരെ അനുഭവിക്കാത്ത ആരെങ്കിലും ഉണ്ടെന്ന് കൈവെക്കാമോ? ഇതുവരെ ഒരു സ്ട്രെസ്സും അനുഭവിക്കാത്ത ആൾക്കാർ എനിക്ക് ഒരിക്കലും പോകാൻ സാധിക്കില്ല. ഞാൻ ഇന്നലെ കൂടി സ്ട്രെസ് നന്നായിട്ട് അടിച്ചിട്ടുള്ളൂ. എനിക്ക് ഇന്നലെ ഒരു കോള് വന്നു, നമ്മുടെ വയനാട്ടിൽ നിന്നാണ്. അവിടെ ഗവൺമെന്റിന്റെ യൂത്ത് കമ്മീഷന്റെ കോളാണ് വന്നത്. ഞാൻ അതിന്റെ കൗൺസിലറായിട്ട് അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ സ്ട്രെസ് മാറ്റാൻ വേണ്ടി കൗൺസിലിങ്ങിന് പോകാൻ വേണ്ടി എന്നെ സെലക്ട് ചെയ്തിരിക്കുന്നു, വരുമെന്ന് ചോദിച്ചിട്ടാണ് വിളിക്കുന്നത്. അപ്പൊ തന്നെ എനിക്ക് സ്ട്രെസ്സായി. കാരണം സ്ട്രെസ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. 2 തരത്തിലുള്ള സ്ട്രെസ് ഉണ്ട്. ഒന്ന് യു സ്ട്രെസ് ആണ്. യു സ്ട്രെസ്, നമ്മുടെ ഇവിടെ ഒരു ബലൂൺ ഉണ്ട്. ഈ ബലൂണിനെ ഇങ്ങനെ ഈ ഷേപ്പിൽ നിലനിർത്തുന്നത് ഒരു ഒപ്റ്റിമം സ്ട്രെസ് ആണ്. അല്ലെങ്കിൽ ഇത് വേറെ ഒരു പ്ലാസ്റ്റിക് മാത്രമേ ആവുള്ളൂ. വി നീഡ് an optimum stress, that is യു സ്ട്രെസ്. അതേ സമയത്ത് നമ്മളെ പെർഫോമൻസ് കംപ്ലീറ്റ് ഇൻഹിബിറ്റ് ചെയ്യുന്ന, നമ്മുടെ പെർഫോമൻസ് ലെവൽ വല്ലാതെ കുറയ്ക്കുന്ന ഒരു സ്ട്രെസ് ഉണ്ട്. അതിന്റെ പേരാണ്, ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എനിബഡി? ദാറ്റ് ഈസ് ഡിസ്ട്രെസ്. ഡിസ്ട്രെസ്. ഈ ഡിസ്ട്രെസ്സിനെ നമുക്ക് യൂസ്ട്രെസ് ആക്കി മാറ്റാൻ പറ്റണം. അതാണ് ശരിക്കും ഒരു എന്റർപ്രണർ ചെയ്യേണ്ടത്. ഒരു എന്റർപ്രണർക്ക് പ്രധാനപ്പെട്ട സ്ട്രെസ് എന്ന് പറയുന്നത്, സ്ട്രെസ് അടിച്ച് ഇങ്ങനെ നമ്മുടെ ജീവിതം വേസ്റ്റ് ആക്കാൻ പാടില്ല. എന്റർപ്രണറുടെ പ്രധാനപ്പെട്ട സ്ട്രെസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഏറ്റവും മെയിൻ സ്ട്രെസ് എന്താ? ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രെസ് എന്താ? ഫിനാൻഷ്യൽ പ്രഷറാണ്. ഫിനാൻസ് എന്ന് പറയുന്നത് വലിയൊരു പ്രഷറാണ്. പലരും ഫിനാൻസിൽ ഡയറക്റ്റ് ഫോക്കസ്ഡ് ആണ്. ക്യാഷ് എന്ന് പറയുന്നത് ഒരു കാരണവശാലും നമ്മളിലേക്ക് നേരിട്ട് വരുന്നതല്ല. ഡിയർ ഫ്രണ്ട്സ്, മണി ഈസ് ഓൾവേസ് എ ബൈ പ്രൊഡക്റ്റ്. നമ്മുടെ ശീലങ്ങളുടെ, നമ്മുടെ പ്രവർത്തനങ്ങളുടെ, നമ്മുടെ സിസ്റ്റത്തിന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് മാത്രമാണ് ക്യാഷ് എന്ന് പറയുന്നത്. സോ വി നീഡ് ദാറ്റ് ബൈ പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ ആ ശീലങ്ങൾ, ഹാബിറ്റ് നമ്മൾ നേരത്തെ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. റിലേഷൻഷിപ്പ് പ്രഷർ. റിലേഷൻഷിപ്പ് ശരിയല്ലെങ്കിൽ നമുക്കൊന്നും ശരിയാവില്ല. നമ്മുടെ എനർജി കംപ്ലീറ്റ് സക്ക് ചെയ്യും. അപ്പൊ റിലേഷൻഷിപ്പ് പ്രഷർ ഇസ് ദർ. എല്ലാം മാനേജ് ചെയ്തേക്കണം നമുക്ക്. അൺസർട്ടനിറ്റി, ബിസിനസ്സിൽ എപ്പോഴും അൺസർട്ടനിറ്റി ഉണ്ട്, അതുണ്ടാവും. അപ്പൊ ഒരു ബിസിനസ്സുകാരൻ എന്ന് പറയുന്നത് ഡിസ്ട്രെസ്സിനെ സ്ട്രെസ് ആക്കിക്കൊണ്ടേയിരിക്കണം. ഒരുപാട് സമയം വർക്ക് ചെയ്യുന്ന ബിസിനസ് ഓണേഴ്സ് ഉണ്ട്. ശരിക്കും ബിസിനസ് ഓണേഴ്സ് അല്ലാത്ത ആളുകൾ, പെയ്ഡ് സ്റ്റാഫ് തന്നെയാണ് അദ്ദേഹവും ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന ആള്. അത് സ്ട്രെസ് ഉണ്ടാക്കുന്നു. ഇതൊക്കെ മാനേജ് ചെയ്യാനേ പറ്റുള്ളൂ. നമുക്ക് ആകെ പറ്റുന്നത് എന്താണെന്നറിയോ? നമ്മൾ വലിയ പ്രതീക്ഷകളാകുമ്പോഴും സ്ട്രെസ് ഉണ്ടാവും. നമുക്ക് ആകെ പറ്റുന്നത് സ്ട്രെസ് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. വി ഹാവ് ടു മാനേജ് ദ സ്ട്രെസ്. എപ്പോഴാണ് മാനേജ് ചെയ്യേണ്ടത്? ബിഫോർ ദ സ്ട്രെസ് മാനേജ് യു. ദാറ്റ്സ് എ ബിഗസ്റ്റ് ചലഞ്ച്. സ്ട്രെസ് നമ്മുടെ ഉറക്കം കിട്ടുന്നതിന് മുന്നേ, സ്ട്രെസ് നമ്മുടെ പെർഫോമൻസിനെ നശിപ്പിക്കുന്നതിന് മുന്നേ നമ്മൾ അതിനെ മാനേജ് ചെയ്തിട്ടില്ലെങ്കിൽ സകല മേഖലയിലും സ്ട്രെസ് വന്നിട്ട് അത് നമ്മളെ തകർക്കുമെന്നുള്ളതാണ്. ഓക്കെ, സ്ട്രെസ് എന്ന് പറയുന്നത് നമുക്ക് മാനേജ് ചെയ്യാനുള്ള വഴി മെന്ററിംഗ് ആണ്, അറിവുള്ളവരുമായിട്ടുള്ള കൂട്ടായ്മ. BNI is a best കൂട്ടായ്മ. അതിനുവേണ്ടിയുള്ള നല്ലൊരു കൂട്ടായ്മയാണ്. ഒരുപാട് എക്സ്പീരിയൻസിലൂടെ നമുക്ക് നമ്മുടെ സ്ട്രെസ് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. സെൽഫ് കെയർ, സൂപ്പർ ഐഡിയ ടു മാനേജ് ദ സ്ട്രെസ് ഈസ് മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ ആണ്. എക്സസൈസും മെഡിറ്റേഷനും ഒക്കെ ചേർന്ന് പോകുമ്പോൾ നമ്മുടെ സ്ട്രെസ് ലെവൽ കുറയും. സ്ട്രെസ് നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും. ടൈം മാനേജ്മെന്റ്. ടൈം മാനേജ്മെന്റ് ആണ് ബെസ്റ്റ് സ്ട്രെസ് മാനേജ് ചെയ്യാനുള്ള വഴി. അതില്ലെങ്കിൽ സ്ട്രെസ് ഭയങ്കരമായിട്ട് മാറും. ആത്മഹത്യയിലേക്ക് പോലും മാറേണ്ടി വരുന്നത് നമുക്ക് ടൈം മാനേജ്മെന്റ് ഇല്ലാത്തതുകൊണ്ടാണ്, സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട്. നെറ്റ്വർക്ക് ഞാൻ പറഞ്ഞു, പീപ്പിൾ മാനേജ്മെന്റ്, നമ്മുടെ സ്റ്റാഫിനെ മാനേജ് ചെയ്യാൻ ഒരു സിസ്റ്റം നമുക്കില്ലെങ്കിൽ അതും നമുക്ക് സ്ട്രെസ്സായി മാറും. എന്നും സ്ട്രെസ്സായി മാറും. ഡെലിഗേഷൻ, നമുക്ക് ഡെലിഗേഷൻ ഇല്ലെങ്കിൽ അതും സ്ട്രെസ്സാണ്. എല്ലാം നമ്മൾ ചെയ്യുന്ന ഒരു കിട്ടുണ്ണി സർക്കസ് നമുക്ക് എന്നൊരു സ്ട്രെസ്സാണ്. അപ്പൊ ഇതൊക്കെ മാനേജ് ചെയ്യാൻ സംരംഭകൻ പഠിച്ചേ പറ്റുള്ളൂ. തെറ്റുകളിൽ നിന്ന് പാഠം പഠിച്ചും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. തെറ്റുകളിൽ നിന്ന് പാഠം പഠിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. ഇത് നമ്മുടെ പ്രൗഡ് BNI മെമ്പേഴ്സിന്റെ ഒരു ക്യാമ്പിൽ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മെഡിറ്റേഷൻ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് മെമ്പേഴ്സ് വന്നിട്ട് എന്നെ ഹഗ് ചെയ്തോണ്ട് പറഞ്ഞു,
മനസ്സിന് ഒരു ഭാരം ഇറങ്ങി, സ്ട്രെസ് കുറഞ്ഞു. സ്ട്രെസ് എന്ന് പറയുന്നത് മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ കൊണ്ട് വളരെ ഈസിയായി. പക്ഷേ നമുക്കൊരു തീരുമാനം വേണം. ഈ സ്ട്രെസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു പോപ്പുലാരിറ്റി കോൺടെസ്റ്റ് അല്ല. എല്ലാരും ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് സ്ട്രെസ് മാനേജ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പുതപ്പിന്റെ ഉള്ളിൽ അങ്ങനെ കിടന്നുറങ്ങിയാൽ, കംഫർട്ട് സോണിൽ കിടന്നുറങ്ങിയാൽ ഒരിക്കലും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. ലൈഫിലെ സിസ്റ്റം എന്ന് പറയുന്നത് സ്ട്രെസ് മാനേജ് ചെയ്യുന്നിടത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതൊക്കെയും കേട്ടിട്ട് നാളെ മുതൽ നേരത്തെ ഉണർന്നിട്ട് നമ്മുടെ സ്ട്രെസ് മാനേജ് ചെയ്യാൻ, നേരത്തെ എണീറ്റ് മാനേജ് ചെയ്യാൻ ആരൊക്കെ റെഡി ഉണ്ടെങ്കിൽ മാത്രം മാനേജ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ സ്ട്രെസ് മാനേജ് ചെയ്യാനുള്ള യാത്ര ഇപ്പോ ഇവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. ഓൾ ദി വെരി ബെസ്റ്റ്. സീ യു നെക്സ്റ്റ് ടൈം. താങ്ക് യു. Thank you, Dr. Abdul Yamir. That was a great and amazing learning experience.